നമ്മളിനി തെരഞ്ഞെടുപ്പ് പോർമുഖത്തേക്ക് വന്നാൽ ഇനിയിപ്പോൾ 2 ആഴ്ച തികച്ചില്ല. അപ്പോൾ പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് മാറിക്കഴിഞ്ഞു. മുന്നണികളെല്ലാം ഏറ്റവും ഒടുവിലത്തെ അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ പയറ്റേണ്ട ഒരു ഘട്ടത്തിലാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഒരു BJP ഡീലുമായി UDF-ഉം കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. തിരിച്ചും പക്ഷേ UDF-നെതിരെ മുഖ്യമന്ത്രി തിരിക്കുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു SDPI ഡീൽ CPM-നെതിരെ കാര്യമായി പ്രയോഗിക്കുന്നുണ്ട് ലീഗും കോൺഗ്രസും. പ്രത്യേകിച്ചും മങ്കടയിലും വേങ്ങരയിലും ആ ഡീൽ പ്രത്യക്ഷമായി നിലനിൽക്കുന്നു എന്ന ആരോപണം അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ളൊരു സംഗതി ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡീൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തീർത്തു പറയാൻ മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡീലുണ്ടോ എന്നതാണ് ചോദ്യം. സാർ എന്ത് തോന്നുന്നു? ഇന്നിപ്പോൾ ഗോവിന്ദ മാഷിൻ്റെയും പിണറായിയുടെയും പ്രതികരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഡീലില്ല എന്നോ അല്ലെങ്കിൽ SDPI കുറ്റപ്പെടുത്താനോ SDPI വോട്ട് വേണ്ട എന്ന് തുറന്നു പറയാനോ രണ്ടുപേർക്കും കഴിയാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ ആലോചിക്കേണ്ടത് സൈഫ്, ഒരു ഘട്ടത്തിൽ MV ഗോവിന്ദനോട് ഉയർന്നു വന്നൊരു ചോദ്യം, ഒരു അഭിമുഖത്തിൽ ഉയർന്നു വന്നൊരു ചോദ്യമുണ്ട്. RSSുമായിട്ട് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഒരു ചോദ്യം വരുന്നു, CPM-ൻ്റെ ബന്ധം. MV ഗോവിന്ദൻ പറയുന്നൊരു മറുപടിയുണ്ട്, RSസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു, ശരിയാണ്, 77 ബന്ധമുണ്ടായിരുന്നു, ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താ? അപ്പോൾ അല്ല, അത് അങ്ങനെ പറഞ്ഞ വിവാദമാവില്ലേ? വിവാദം ആയിക്കോട്ടെ, ഞങ്ങളെന്തെങ്കിലും വായിക്കണം എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ മറ്റൊരു വശത്ത് തുടരെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അതിലുയർന്ന ചോദ്യങ്ങൾക്കെല്ലാം RSS ബന്ധം കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം പറയുന്നത് മുഴുവൻ കോൺഗ്രസ്സിന് പല കാലങ്ങളിലായി കോൺഗ്രസ് ജനസംഘവുമായിട്ടും അല്ലെങ്കിൽ BJP-യായിട്ടും ചേർന്നതും മറ്റുമൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ്. അവിടെ ഈ പറച്ചിൽ നമ്മൾ കേൾക്കുന്നില്ല. ഏത് RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സാധനം അവിടെ കേൾക്കാനില്ല. മൂന്നാമത്തെ കാര്യം SDPI-യായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ 2 നേതാക്കളോടും SDPI-യെക്കുറിച്ച് ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു ഘട്ടത്തിൽ RSSുമായിട്ടുള്ള ബന്ധം തുറന്നു പറയാൻ കാണിച്ച അതിന് പിന്നിൽ എന്താണ് എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അത് തീർച്ചയായിട്ടും RSSനുള്ള ഒരു മെസ്സേജ് തന്നെയാണ്. RSSനുള്ളൊരു മെസ്സേജാണ്. അതൊരു പബ്ലിക് സ്ഫിയറിൽ ആ സാധനം വരുന്നത് നല്ലതാണ് എന്ന് കരുതുന്ന ഒരു MV ഗോവിന്ദനാണ് അന്നുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ RSSുമായിട്ടുള്ള അവർ ഏതെങ്കിലും തരത്തിൽ ഡീലുണ്ടെങ്കിൽ, BJP-യുമായിട്ട് ഏതെങ്കിലും ഡീലുണ്ടെങ്കിൽ അതത്ര പരസ്യമായി ചർച്ച ചെയ്യപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് കാരണം അത് സൃഷ്ടിക്കാവുന്ന ന്യൂനപക്ഷ കൺസോളിഡേഷനെ കുറിച്ചുള്ള ഒരു വ്യാകുലത അവർക്ക് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ ഡീല് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഓപ്പോസിറ്റായിട്ട് ഒരു കൗണ്ടർ പോളറൈസേഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നു. മൂന്നാമത് SDPI-യായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബന്ധമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഏറ്റവും അധികം ഉരസലുണ്ടാവുകയും ഏറ്റവും അധികം കഠിനമായി അവർക്ക് നേരെ വിമർശനം ഉയർത്തുകയും ചെയ്തതിന് ശേഷമുള്ളൊരു തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി തിരിച്ച് പണി കൊടുക്കും എന്നുള്ളതാണ്. മുസ്ലിം വോട്ടുകൾ പരമാവധി അവരിൽ അകറ്റാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത്തരം തെറ്റിദ്ധാരണകളാണ് അവരുടെ ഈ വിഷയങ്ങളിലൊക്കെയുള്ള ഒരു വലിയ പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമി ഞാൻ വിചാരിക്കുന്നില്ല അത് LDF-നെതിരായ ഒരു പൊസിഷൻ എടുത്തിട്ട് നിൽക്കണമെന്ന് വിചാരിക്കുന്നുവെന്ന്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഇപ്പോൾ വെൽഫെയർ പാർട്ടിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, BJP-ക്കെതിരെ വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നതാണ് അവരുടെ മുമ്പിലുള്ള. ഒരു തവണ അത് പറഞ്ഞിട്ടുള്ളതാണ്, വളരെ വ്യക്തമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണ് കാണുന്നത്. ഇതൊന്നും മനസ്സിലാവാതെ SDPI ബന്ധം എന്നത് പുറമേ വരാതിരിക്കാനും അത് എന്താ പറയുക, രഹസ്യമായി വെച്ച് വോട്ട് നേടാനും, മറ്റത് കുറച്ചൊന്ന് എന്താ പറയുക വേറൊരു ലെവലിൽ ഡീൽ ചെയ്തിട്ട് BJP സംഗതികൾ വേറൊരു ലെവലിൽ ഡീൽ ചെയ്തിട്ട് ഇവിടെ കൗണ്ടർ പോളറൈസേഷൻ ഇല്ലാതിരിക്കാനും ഒരു ശ്രമമാണ്. സോ ദാറ്റ് ഭൂരിപക്ഷ വോട്ടുകളും വേണം, ന്യൂനപക്ഷത്തു നിന്ന് കിട്ടാവുന്ന വോട്ടുകളും വേണം. അതാണ് ലൈൻ. ആ ലൈൻ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അത് മനസ്സിലാക്കപ്പെടാതിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPM ഈ കുറേ കാലത്തിനിടയിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഇറോഷൻസ്, പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലേക്ക് വരുന്ന സമയത്ത് പാർട്ടിക്കുള്ളിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള വിട്ടുപോകലുകൾ, ഇതെല്ലാം കൂടി അവരെ കുഴപ്പത്തിലാക്കിയ ഒരുപാട് എന്താ പറയുക വിമത
ശബ്ദങ്ങൾ ഉയർന്ന ഒരു കാലഘട്ടം. ഇതിനിടയിൽ കൂടി ഒരുപക്ഷെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു 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 വോട്ട് പോളറൈസേഷൻ്റെ രീതി ഇതാണെന്ന് അവർ കണക്ക് കൂട്ടുകയും ആ വഴിക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്നത് ആ തന്ത്രം അമ്പെ പരാജയപ്പെടുമെന്നാണ്. നിഷാദ്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് കാര്യമായ തിരിച്ചടികൾ CPM-ന് ഉണ്ടായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ SDPI എങ്കിൽ SDPI, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരു പോർഷനെങ്കിലും നമുക്ക് കൂടെ നിർത്താം എന്ന ഒരു ചിന്ത ഗുണം ചെയ്യുമോ ദോഷമാവുമോ? അത് സേഫ് പറഞ്ഞൊരു പോയിന്റ് അതിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നൊക്കെയുള്ള മുസ്ലിം സംഘടനകളുടെ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും മുസ്ലിം കോൺസ്റ്റിറ്റ്യൂഷനിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകൾ, ഇവയുടെയൊക്കെ പേര് പറഞ്ഞ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ഒരു പരിധി കവിഞ്ഞപ്പോൾ അതിൻ്റെ പരിധി കവിഞ്ഞു പോവുകയും മുസ്ലിം സമുദായത്തിനെതിരായിട്ട് അവർക്ക് ആകമാനം ഫീൽ ചെയ്യുകയും അവരാകമാനം പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും അകന്നു പോവുകയും തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചു കൂട്ടുകയും നമ്മൾ തോൽക്കുകയും ചെയ്യുന്നു എന്ന് പാർട്ടിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം നമുക്ക് ഈ പറയുന്ന ആക്ഷേപങ്ങളൊന്നും ഡൗൺ പ്ലേ ചെയ്യാമെന്ന് പാർട്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ ആ തീരുമാനം കുറച്ച് ദിവസം മുന്നോട്ട് പോയിട്ട് ഇന്നലെ നോക്കൂ, ഇന്നലെ വീണ്ടും ജമാഅത്തെ ഇസ്ലാമി ആണ് ഓരോ സ്ഥലത്തും UDF-ൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത് പറയാൻ തുടങ്ങുകയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ആക്ഷേപം അവർ വീണ്ടും തുടരുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് പ്ലേ ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സംഗതി വീണ്ടും പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ ട്രസ്റ്റ് ഇഷ്യൂവിനെ റീബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർ SDPI ആയിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പരമമായ യാഥാർത്ഥ്യമാണ് നമ്മൾ എങ്ങനെ നോക്കിയാലും. കാരണം SDPI കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ലോക്കൽ ബോർഡ് കാര്യം പറഞ്ഞത് നന്നായി പെർഫോം ചെയ്യുകയും ചെയ്ത സീറ്റുകളിൽ പലയിടത്തും അവർ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. അവർ സ്ഥാനാർത്ഥികളെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ലെഫ്റ്റിനെ വിജയിപ്പിക്കുക, UDF-ൻ്റെ സാധ്യതകളെ നാരോ എഡ്ജിൽ തട്ടിക്കളയുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ്. സ്വന്തം സംഘടനാ താല്പര്യമല്ല, മറിച്ച് ലെഫ്റ്റിൻ്റെ താല്പര്യത്തെ മാത്രം മുൻനിർത്തിയാണ് ഇത്തവണ അവരെല്ലാ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ അത് പുറത്തു വരികയും വലിയ തോതിൽ അത് ചർച്ചയാവുകയും ചെയ്ത ഘട്ടത്തിൽ അപ്പുറത്തെ കൺസോൾട്ടേഷനെ ഇത് ബാധിക്കുമെന്ന് CPM-ന് ഒരു ഭയപ്പാട് പെട്ടെന്ന് കുടുങ്ങി. ഞങ്ങൾ SDPI-യുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബന്ധം അത് ആഘോഷിക്കപ്പെടുന്നത് ഞങ്ങൾ ഇപ്പുറത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കൺസോൾട്ടേഷനെ ബാധിക്കുമെന്ന് ഭയം കൂടുകയും ചാടിയിറങ്ങി. അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വീണ്ടും ഒരു മുസ്ലിം സംഘടനാ പേര് വേണം. അപ്പോൾ കയ്യിലുള്ള ജമാഅത്തെ ഇസ്ലാമി എടുത്ത് വീണ്ടും അടിക്കാൻ തീരുമാനിക്കുന്നു. നേരത്തെ ഇന്നലെ വരെ അവർക്ക് ആ പ്ലാൻ ഉണ്ടായില്ല. കാരണം SDPI-യുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബാന്ധവം കൊണ്ട് UDF നാരോ എഡ്ജിൽ പലയിടത്തും തോറ്റുപോവുകയും മാജിക് നമ്പറിലെത്താതെ UDF അധികാരത്തിൽ വരാതെ പോവുകയും ചെയ്യും. ആ പ്ലാൻ വർക്കാവെന്ന് വിചാരിച്ചിരിക്കെ അത് എക്സ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മുസ്ലിം സംഘടനകളോടൊന്നും അങ്ങനെ മുസ്ലിം ഇത്തരം അവർ മാർക്ക് ചെയ്തിട്ടുള്ള മുസ്ലിം സംഘടനകളോടൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വിധേയത്വം ഇല്ലെന്ന് കാണിക്കാൻ അവർ വീണ്ടും ജമാഅത്തെ ഇസ്ലാമി കാർഡ് എടുത്ത് പുഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചോദിക്കണം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും അവർ പറഞ്ഞൊരു വാക്കായിരുന്നു SDPI എന്നുള്ള പേര്. ആ പേരിപ്പോൾ ചോദിച്ചാൽ പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ അക്ഷരം മിണ്ടുന്നില്ല. ഒരു വർഷം മുമ്പുള്ള പിണറായി വിജയൻ്റെ വീഡിയോ നമുക്ക് കേൾക്കാൻ പറ്റും. SDPI അടക്കമുള്ള വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. UDF-ന് അത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാലാണ് പിണറായി വിജയൻ. 2022 CPI-ന്റെ സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. RSS-ന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന ഒരു തീവ്രവർഗീയ സംഘടന ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവരെക്കുറിച്ച് നമുക്ക് നല്ല ജാഗ്രത വേണം. CPI-ന്റെ ഒരു ഡസൻ നേതാക്കന്മാരുടെ അങ്ങേയറ്റത്തെ ആക്ഷേപമുദ്രകൾ ചേർത്തിട്ടുള്ള SDPI വിമർശനങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ കണ്ടെടുക്കാൻ പറ്റും. അതവിടെ നിൽക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് നിലമ്പൂരിൽ ഉറക്കെ പറഞ്ഞ M സ്വരാജ് എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പാർട്ടി ഇപ്പോൾ SDPI എന്ന പേര് ചോദിച്ചാൽ അതിന് സ്കിപ്പ് ചെയ്ത് കളയും. നോക്കൂ, LDF കൺവീനറോട് നൗഫൽ പോയി ചോദിച്ചു, നമ്മുടെ പ്രതിനിധി പോയി ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം, അതിൽ കൊത്താൻ ഞാൻ തയ്യാറില്ല. അദ്ദേഹം പൊയ്ക്കളയാണ് ചെയ്തത്. ഇന്നലെ മങ്കടയുടെ കാര്യം പിണറായി വിജയനോട് ചോദിക്കും, പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം, ഞങ്ങൾ മങ്കടയിൽ നല്ല നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞ ഒഴിയാണ്. അപ്പോൾ SDPI എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടിയോട് ഇന്നലെ വരെ സ്വീകരിച്ച സമീപനം വാക്കുകൾ കൊണ്ടല്ല, പാർട്ടി രേഖയിലുണ്ട്. SDPI RSS-ന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന തീവ്രവർഗീയ സംഘമാണ്, നാട് കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുകയാണ്. CA സമരം നടന്നപ്പോൾ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ഇതിനകത്ത് നുഴഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കിയത് SDPI തീവ്രവാദികളാണ് എന്ന്. ഏറ്റവും അവസാനം താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സമരത്തിൽ എന്തായിരുന്നു CPM നിലപാട്? ആ സമരത്തിൽ കുഴപ്പമുണ്ടാക്കുകയും ഫാക്ടറി കത്തിക്കുകയും ചെയ്തത് SDPI-കാരായ തീവ്രവാദികളാണെന്നാണ്. ഇപ്പോൾ ചോദിച്ചാൽ നോക്കൂ സൈഫ്, ഞാൻ പറഞ്ഞ അടുത്ത 12 ദിവസത്തേക്ക് മാത്രം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് SDPI-യുടെ തീവ്രവാദ മുദ്രയ്ക്ക്. SDPI-കാർ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. SDPI-കാരായിട്ടുള്ള അണികൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ധാരണയ്ക്ക് ആനുകൂല്യം കിട്ടുന്നത് 12 ദിവസത്തേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രവാദ മുദ്ര എന്നുള്ളത് പിന്നെ എന്ത് ചെയ്യപ്പെടും? വീണ്ടും വന്ന് ചേർക്കപ്പെടും. അപ്പോൾ SDPI-കാരുള്ള അണികൾ അവർ പറയട്ടെ, അവർ സ്വയം ഒന്ന് ആലോചിക്കട്ടെ, ഇതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? SDPI ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബാന്ധവ സഖ്യം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്.
പക്ഷേ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇരുകൂട്ടർക്ക് ഗുണമുണ്ടാവണമല്ലോ. ഏതൊരു മുന്നണിയിലും ഒരു കക്ഷി പോയി ചേരുന്നത് അവർക്കൊരു സീറ്റ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ മതനിരപേക്ഷ കക്ഷിയായിട്ട് അംഗീകരിച്ചിട്ടോ ഒക്കെയാണല്ലോ. ഈ കച്ചവടത്തിൽ SDPI എന്നുള്ള പാർട്ടിക്കുള്ള ലാഭം എന്താണ്? ഏറ്റവും കുറഞ്ഞത് SDPI ഈ ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കാൻ അർഹതയുള്ള ഒരു പാർട്ടിയാണ്. അവരെ അംഗീകരിച്ചു പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന ഒരു വാക്കിൻ്റെ ആനുകൂല്യം SDPIക്കില്ല. ഈ 12 ദിവസം കഴിഞ്ഞാൽ തള്ളിപ്പറയാൻ വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ SDPI. അപ്പോൾ എന്തിനാണ് SDPI എന്ന് പറഞ്ഞ കക്ഷി ഈ വിഡ്ഢിവേഷം കെട്ടുന്നത്? അല്ലെ അവർക്കുള്ള ഗുണം എന്താണ്? ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാൻ പോകുന്നുണ്ടോ? ഇവരെവിടെയെങ്കിലും അംഗീകരിക്കുമോ? ഇവരൊരുമിച്ച് ഒരു സെമിനാറിലെങ്കിലും പങ്കെടുക്കുമോ? ഇല്ല. അപ്പോൾ UDFനെ തോൽപ്പിക്കാനുള്ള LDFിൻ്റെ പല വഴികൾ തേടലിൽ ഒരു ബ്രോക്കറിയും പണിയെടുത്ത് കൊടുക്കുകയാണ് SDPI എന്ന് പറയുന്ന ഒരു സംഘടന. അപ്പോൾ അതിൻ്റെ അണികൾ ആലോചിച്ചാൽ മതി. ഞങ്ങൾ ഈ കളിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താണ് ഗുണം? രണ്ടാമത്തെ കാര്യമുണ്ട്, മുസ്ലിം സമുദായം എന്തുകൊണ്ടാണ് ലെഫ്റ്റുമായിട്ട് അകന്നത്? നമ്മൾ ആ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഫീൽ എന്താണ്? അവർ നോക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഓരോ ആൾക്കാർ വന്നിട്ട് അവരെ ചീത്ത വിളിക്കുകയാണ്. ഇവന്മാർ വർഗീയവാദികൾ, ഇവർ മലപ്പുറം തീവ്രവാദികൾ, ഇവർ ലവ് ജിഹാദുകാർ, ഇവർ നർക്കോട്ടിക് ജിഹാദുകാർ, ഇവരെ ഭക്ഷണത്തിൽ തുപ്പുന്നവർ, പേര് കേട്ടാൽ അറിയാം, കണ്ണിക്കണ്ടവരൊക്കെയും വന്ന് ചീത്ത വിളിക്കുകയാണ് ഒരു സമുദായത്തെ. ആ സമുദായം കുറേ സമയം കേൾക്കുമ്പോൾ അതിൻ്റെ ഇൻസൾട്ടിൻ്റെ ഒരു പാരമ്യത്തിലെത്തില്ലേ? ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത്രയേക്കാൻ വേണ്ടി മാത്രം നമ്മളാരാണ്? അപ്പോൾ അതിങ്ങനെ കേട്ടേ വരികയാണ്. അതിൻ്റെ കൂടെ ഒരു ആധിയും ഇത്തരം ദുഷ്പ്രചരണങ്ങളുടെ ഒടുവിലാണ് നോർത്തിലൊക്കെ വലിയ കലാപം ഉണ്ടായതെന്നുള്ള ഭയപ്പാടും. ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ പ്രമാണിമാർ തന്നെ വന്ന് ഡെയിലി ചീത്ത വിളിക്കുകയാണ് ഒരു സമുദായത്തെ. ആ സമുദായം അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി ആൻഡ് ഇൻസൾട്ട് എന്താണ്? ആ പ്രശ്നം സീരിയസ് ആയിട്ട് ഭരണകൂടത്തോട് സംസാരിക്കും. ഭരണകൂടം കൂടെ പുച്ഛിക്കുകയാണ്. അത് ഏതൊരു പാർട്ടിയെ പറഞ്ഞതാണ് എന്ന മട്ടിലൊക്കെ പറയാണ്. CPIM PB അംഗം പറയാണ് അത് മുസ്ലിം ലീഗിനെ പറഞ്ഞതാണ് എന്ന്. ഒക്കെ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റി നിരന്തരം ആക്ഷേപിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഇൻസൾട്ട് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ഉന്നയിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ ആരെയാണ് പറ്റിയത്? സ്വയം കബളിപ്പിക്കുന്നു പിണറായി വിജയൻ. എന്നിട്ടൊരു സമുദായത്തെയും ഒരു സമൂഹത്തെയും അദ്ദേഹം അവരുന്നയിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ജെന്യുവിൻ കൺസേണെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ തെറ്റിയത്? ആ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായത് അവിടെയല്ലേ? അപ്പോൾ ആ ട്രസ്റ്റ് ഇഷ്യൂ എങ്ങനെ ഉണ്ടായതാണ് എന്ന് SDPIക്കാരും ആലോചിക്കണമല്ലോ. എന്തിനാണ് ഇപ്പോൾ ഞങ്ങളെ തേടി വന്നിരിക്കുന്നത്? അത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുമായിട്ടുള്ള CPMൻ്റെ ട്രസ്റ്റ് ഇഷ്യൂ സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ SDPI ആദ്യം ആലോചിക്കേണ്ട ഈ ട്രസ്റ്റ് ഇഷ്യൂ സത്യത്തിൽ എങ്ങനെ ഉണ്ടായതാണ്? അത് വെറുതെ എന്തെങ്കിലും തരത്തിലുള്ള 3 സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഉണ്ടായതാണ്? അല്ല, അവരെ ആ ഇൻസെക്യൂർ ആക്കുന്ന തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ നടക്കുകയും ആ ക്യാമ്പയിനെ CPM പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്ന മട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ ട്രസ്റ്റ് ഇഷ്യൂ. ആ ട്രസ്റ്റ് ഇഷ്യൂ അവിടെ നിൽക്കുക, ഞങ്ങൾ ഇവിടെ പോയി കൂടി കൊടുത്താൽ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണ്ടേ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പിന്നെ ഉണ്ടല്ലോ ദിവസങ്ങൾ, പിന്നെ ഉണ്ടല്ലോ രാഷ്ട്രീയ കേരളം ബാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് SDPIയുടെ നേതൃത്വം എടുത്തിട്ടുള്ള ഈ നിലപാടെന്ന്. അതിൻ്റെ അണികൾക്കത് മനസ്സിലാവുമെന്നറിയില്ല. പിന്നെ SDPIയുടെ നേതൃത്വം പ്രഖ്യാപിച്ചാൽ അതിനടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നവരാണ് സമ്പൂർണ്ണമായും എന്ന് അറിയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ആ പാർട്ടിയെ സംബന്ധിച്ച് അവരെടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ആ സംഘടനയുടെ തുടർച്ചയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. CPMൻ്റെ ഏതെല്ലാം തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ കണ്ടിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നാമത് തന്നെ ആൾക്കറിയാം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ ചീത്ത വിളിക്കുന്നതിനെ അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൻ്റെ കാലം നല്ലായ ഓർമ്മയുണ്ട് മനുഷ്യന്മാർക്ക്, അല്ലേ? അല്ല, ആൾക്കാർ ഷോർട്ട് മെമ്മറി ഒന്നുമില്ല. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ SDPI ഇന്നലെ ഒരു തീവ്രവാദ സംഘടനയായിരുന്നു. SDPIക്കാർ ഞങ്ങളുടെ അഭിമന്യുവിനെ കൊന്ന വർഗീയത തുലയട്ടെ, ഞാൻ പെറ്റ മകനെ എന്ന് എഴുതി മുഴുമിപ്പിച്ചിട്ടില്ലാത്ത CPMമാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ? അവർക്ക് ഇപ്പോൾ SDPI ചോദിച്ചാൽ അവർ അക്ഷരം മിണ്ടാനില്ല. MA ബേബി മാത്രം വേറെയാണ് പറഞ്ഞത്. അത് അദ്ദേഹം എപ്പോഴും വേറെയാണ് പറയുക. അതെ, ഇവിടുത്തെ സർക്കാർ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി നടക്കുന്ന ഉരുണ്ടുകളികളുടെ കൂടെയല്ല അദ്ദേഹം ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ശരിക്കും CPMൻ്റെ പൊസിഷനാണ്. CPMൻ്റെ പൊസിഷൻ അദ്ദേഹം എപ്പോഴും സംസാരിക്കുക. ഇവർ സംസാരിക്കുന്ന അധികാരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സാധ്യതാ പൊസിഷനിലാണ്. CPMൻ്റെ പൊസിഷനല്ല എപ്പോഴും സംസാരിക്കുക. അപ്പോൾ ഈ SDPI ബന്ധം എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ SDPIക്കാർ ആലോചിക്കണം എത്ര ദിവസത്തേക്കൊണ്ട് ഈ മതനിരപേക്ഷതയുടെ കുപ്പായം തരുന്നത്. പിന്നെ ഊരി വാങ്ങിക്കും, തിരിച്ചു തന്നേക്കെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ഞാൻ പെറ്റ മകനെ എന്ന തലക്കെട്ടിട്ട് വർഗീയത തുലയിട്ട എന്ന പേരിൽ വികാരനിർഭരമായി കുറിപ്പിട്ട ഇടതുപക്ഷ അനുഭാവികൾ SFIക്കാർ ആലോചിക്കണം ഇപ്പോൾ നമുക്ക് ഇവരെങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയുന്നവരായെന്നുള്ളത്. ഈ അസംബന്ധത്തിന് കേരളം മറുപടി പറഞ്ഞാണ് ഞാൻ വിചാരിക്കുന്നത്.